മകരമാസ പൂജകൾക്ക് ശേഷം ശബരിമല നട നാളെ അടയ്ക്കും. വിവാദങ്ങളും പ്രതിഷേധങ്ങളും നിറഞ്ഞ തീർത്ഥാടന കാലമാണ് സമാപിക്കുന്നത്. തുടർച്ചയായ സംഘർഷങ്ങൾക്കും ഏറ്റുമുട്ടലുകൾക്കും ഈ തീർത്ഥാടന കാലം വേദിയായി. വൃശ്ചികം 1-ന് ശബരിമല നട തുറന്നപ്പോൾ മുതൽ അസ്വസ്ഥമായിരുന്നു ഈ തീർത്ഥാടന കാലം. ശബരിമലയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത നിരോധനാജ്ഞയും അത് 2 മാസം നീണ്ടുനിന്നതും അസ്വസ്ഥത വർദ്ധിപ്പിച്ചു. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി പോലീസ് ഇടപെടൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഇത്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പലതവണ ശബരിമലയിൽ കൂട്ട അറസ്റ്റ് നടന്നു. പ്രതിഷേധങ്ങളെ തുടർന്ന് മലകയറാനെത്തിയ യുവതികൾക്ക് പലതവണ മടങ്ങേണ്ടിയും വന്നു. സംഘമായി എത്തിയവരും ഒറ്റയ്ക്കെത്തിയ യുവതികളും ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. തീർത്ഥാടകരായ സ്ത്രീകളിൽ പലരും പ്രതിഷേധക്കാരുടെ സംശയക്കണ്ണും മറികടന്നാണ് ദർശനം നടത്തിയത്. ഹൈക്കോടതി നിയമിച്ച നിരീക്ഷണ സമിതിയുടെ മേൽനോട്ടവും ഉണ്ടായി ശബരിമലയിൽ. തുടക്കം മുതൽ പോലീസിന്റെ കർശന നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമായിരുന്നു ഈ തീർത്ഥാടന കാലം. ശബരിമലയിൽ ആദ്യമായി സായുധ പോലീസ് സേനയും തീർത്ഥാടന കാലത്തിന്റെ അവസാനം വരെ സുരക്ഷയൊരുക്കി. പ്രളയം കഴിഞ്ഞ് ആദ്യമെത്തിയ തീർത്ഥാടന കാലം അസൌകര്യങ്ങളുടേത് കൂടിയായിരുന്നു. തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞതിനൊപ്പം വലിയ വരുമാന നഷ്ടവും ഉണ്ടായി ശബരിമലയിൽ. രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഇടമായും ശബരിമല മാറി. ഇന്ന് രാത്രി വരെ മാത്രമേ തീർത്ഥാടകർക്ക് ദർശനമുള്ളൂ. രാത്രി നടയടച്ച ശേഷം 10 മണിക്ക് മാളിയപ്പുറത്ത് ഗുരുതി, 20-ന് രാവിലെ രാജപ്രതിനിധിക്ക് മാത്രം ദർശനം. തുടർന്ന് നടയടയ്ക്കും. പൂങ്കാവനത്തിൽ എപ്പോഴും മുഴങ്ങിക്കേട്ടിരുന്ന ശരണമന്ത്രങ്ങൾ പ്രതിഷേധ ധ്വനിയിലേക്ക് മാറുകയായിരുന്നു ഇത്തവണ. യുവതീ പ്രവേശന കേസ് സുപ്രീംകോടതി പരിഗണിക്കാൻ വൈകുന്നത് വരും മാസപൂജകളെയും സമാന അവസ്ഥയിലെത്തിക്കും. അതീന്ദ്രജിത്തുവിനൊപ്പം സന്നിധാനത്ത് നിന്നും അനന്തൂർ രാമചന്ദ്രൻ, മീഡിയ 1.